വെള്ളത്തുവൽ പഞ്ചായത്തിലെ മുതുവാൻകുടിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നീന്തൽ പരിശീലന കേന്ദ്രം പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടികളുമായി മുൻപോട്ടു പോവുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. സ്പോർട്സ് കൌൺസിലുമായി കൈകോർത്ത് കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. 2.5 ലക്ഷത്തോളം രൂപ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുള്ളതായും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. വെള്ളത്തുവൽ പഞ്ചായത്ത് പരിധിയിലുള്ള സ്കൂൾ കുട്ടികൾക്കടക്കം നീന്തൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് മുതുവാൻകുടിയിൽ പഞ്ചായത്ത് നീന്തൽ പരിശീലന കേന്ദ്രം പണി കഴിപ്പിച്ചത്. 35 ലക്ഷം രൂപയോളം ചെലവഴിച്ചായിരുന്നു നീന്തൽ പരിശീലന കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തുടക്കത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ച കേന്ദ്രം പിന്നീട് പതിയെ പ്രവർത്തനക്ഷമമല്ലാതായി. കേന്ദ്രം കാട് കയറി നശിക്കുന്നുവെന്ന ആക്ഷേപം ഉയർന്നതോടെയാണ് നീന്തൽ പരിശീലന കേന്ദ്രം പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടികളുമായി മുമ്പോട്ടു പോകുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചിട്ടുള്ളത്. സ്പോർട്സ് കൌൺസിലുമായി കൈകോർത്ത് കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. 2.5 ലക്ഷത്തോളം രൂപ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുള്ളതായും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. നീന്തൽക്കുളത്തിന്റെ കാര്യത്തിൽ അതിന്റെ 4 വർഷമായ ഒരു പദ്ധതിയാണ്. കാലാകാലമായി അതിന് നടത്തിവരാറുള്ള ചില മെയിൻ്റനൻസുകളുടെ അപാകത മൂലം വെള്ളത്തിന് ചെറിയ ചോർച്ചയുണ്ടായിട്ടുണ്ട്. ഭരണസമിതി അത് കണ്ടെത്തുകയും അത് തീർക്കാനുള്ള നടപടികൾ സ്പോർട്സ് കൗൺസിൽ മുഖേന അത് തീർത്ത് ഉടനെ തന്നെ കുട്ടികൾക്ക് പരിശീലനം നൽകാനുള്ള പദ്ധതിയിലേക്ക് കടക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ഭരണസമിതിയാനുള്ള പണം 2.5 ലക്ഷം രൂപ അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതായി അറിയിക്കുന്നു. മുതുവാൻകുടിയിൽ പ്രവർത്തിക്കുന്ന ചെങ്കുളം സർക്കാർ LP സ്കൂളിന് സമീപമാണ് നീന്തൽ പരിശീലന കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇവിടെ മെച്ചപ്പെട്ട പരിശീലനം നൽകിയിരുന്നു. അന്ന് പഞ്ചായത്തിന്റെ മികച്ച പദ്ധതി എന്ന പ്രശംസയും പിടിച്ചുപറ്റി. എന്നാൽ പിന്നീട് കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിലച്ച് കേന്ദ്രമാകെ കാട് കയറുന്ന സ്ഥിതിയുണ്ടായി. പദ്ധതി പുനരുജ്ജീവിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനമുണ്ടായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.